നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1758 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ മുഹമ്മദ് അൻസാറാണ്. ഡോക്ടർ നമുക്ക് നേരത്തെയും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് നമുക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ സൂം സെഷനിൽ സാറിന്റെ വിലപ്പെട്ട സമയം, സാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോമിയോപ്പതിയിലെ കാർഡിയോളജിസ്റ്റ് എന്നാണ് സാറിനെ അറിയപ്പെടുന്നത്. കാർഡിയോളജി കേസുകളിൽ വിദഗ്ധമായി ചികിത്സ നടത്തുന്ന ഡോക്ടറാണ്. പെരിങ്ങനം, തൃശൂർ ജില്ലയിൽ ഡോക്ടർ ഹോമിയോപ്പതി ട്രസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലെ ചീഫ് ഫിസിഷ്യനായി ജോലി ചെയ്തു വരുന്നു. ഇന്ന് സാറിന്റെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടറെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു നിമിഷത്തെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. നന്ദി. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നല്ല സായം ആശംസിക്കുന്നു. സായനല്ല, ഇപ്പം മിഡ് നൈറ്റ് ആയി തുടങ്ങി. എനിവേ, കൂടാതെ നമ്മുടെ IFPHലെ ഒരു ആക്റ്റീവ് മെമ്പർ മിസ്റ്റർ അബ്ദുൽ സലാം എന്തോ ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ എന്നുള്ളത് പെട്ടെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിന് എത്രയും വേഗം സൗഖ്യം ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെയാണ് എന്നെ ഡോക്ടർ ധനേഷ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്കൊരു ചർച്ച പോലെ കൊണ്ടുപോവാം, ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറയാം, ബാക്കി നമ്മളെ പാർട്ടിസിപ്പൻസ് അത് കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. അതായത് അധികം പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്തായാലും നമ്മൾ ദൈനംദിന പ്രാക്ടീസിൽ ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മെഡിസിൻസിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. കേസ് പ്രസന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ ചിലപ്പോൾ ആരെങ്കിലൊക്കെ അറിയാതെ ഉണ്ടായെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ പറയുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഹൈപ്പർ ടെൻഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൽ എല്ലാവരും കുറച്ച് മെഡിസിൻസിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കൊടുക്കാനായിട്ട് നമ്മളതിൽ ഇഷ്ടാനുസരണം മെഡിസിൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പ്രധാനമായും ഹൈപ്പർ ടെൻഷനെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താനും കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധ്യമാണ്. ഒരിക്കലും ഒരു ക്യൂറേറ്റീവ് ആസ്പെക്റ്റിലുള്ള ഒരു കണ്ടീഷൻ അല്ല ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പലപ്പോഴും മെഡിസിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പ്രധാനമായും ഹൈപ്പർ ടെൻഷന്റെ കാരണങ്ങൾ പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ ഹൈപ്പർ ടെൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്, ഏജ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അതുപോലെ മറ്റ് ടെർമിനൽ ഇൽനെസ് പലതും, അതുപോലെ ഡയബറ്റിസ്, കിഡ്നി ഡിസീസസ്, ഇതെല്ലാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നത്, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്
മാത്രമല്ല പലപ്പോഴും മറ്റ് അസുഖങ്ങളുടെ കൂടെയാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ കിട്ടുന്നത്. മാനസിക സമ്മർദ്ദം മൂലം ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ ആ മാനസിക സമ്മർദ്ദം ഒഴിവാകുക തന്നെ വേണം. കാരണം അതിൽ ഏറ്റവും എനിക്ക് കിട്ടിയ എൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് കുറെ സംഘടനകളിലും അതിനെതിരൊക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായി. അതൊക്കെ വിട്ടു നിന്ന് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങ് മാറിയപ്പോൾ ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളത്. അപ്പം അതൊരു സെൽഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഒരാളെ എത്രമാത്രം ഓരോ കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നു. അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുവാണെങ്കിൽ ലൈഫ് മോഡിഫിക്കേഷനും ഒപ്പം മെഡിസിൻസും കൊടുത്താൽ ഒരു പരിധിവരെ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ പിന്നീടുള്ള കാലം അദ്ദേഹത്തെ ആ രോഗിയെ അല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നോക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കുറെ അധികം മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. കാരണം ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ പ്രകാരം ഏത് മെഡിസിനും ഏത് അസുഖത്തിനും പറ്റും. കാരണം ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ പെക്യുലിയർ സിംറ്റംസിനെ കവർ ചെയ്യുന്ന മരുന്നുകൾ കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് റോൾഫിയ. റോൾഫിയ ഉണ്ട്, അതുപോലെ തന്നെ അലിയം സറ്റൈവ ഉണ്ട്, അലിയം ഉർസിനം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, കാട്ടുള്ളി എന്ന് പറയും. മറ്റേത് അലിയം സറ്റൈവ ആകുമ്പോൾ വെളുത്തുള്ളിയാണ്. അതുപോലെ അക്വണൈറ്റ് ഉപയോഗിക്കാറുണ്ട്, പ്രൊഫാൻഡസ് ഉണ്ട്, സുംബൽ ഉണ്ട്, ക്രിട്ടേഗസ് ഉണ്ട്, സ്പാർട്ടീനിയം എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, ലൈക്കോപ്പസ് ഉണ്ട്, അഡോണിസ് ഉണ്ട്, അപ്പോസൈന. ഇത്തരം മെഡിസിൻസ് ഒക്കെ നമ്മൾ അധികം ടിഞ്ചേഴ്സ് യൂസ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതിന് പുറമെ നമ്മൾ ഡയലൂഷൻസ് ഉപയോഗിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അക്വണൈറ്റ്. പിന്നെ ബെല്ലുണ്ട്, ബെല്ലഡോണ, ബ്ലോണൈൻ, ബെരാറ്റ മ്യൂറ്, ബെരാറ്റ കാർബ്, എഡ്രിനാലിൻ, സ്പൈജീലിയ, ഓർമെറ്റ്, അർജന്റൻ നൈട്രിക്കം, കാക്ടസ്, അസിറ്റാനിലിഡം, പിന്നെ കാംഫർ, ടബാക്കം, യുറേനിയൻ നൈട്രിക്കം, തൈറോയിഡിന്, അമൈൽ നൈട്രോസ്, കൊപ്പാരിയസ്, ലക്കേസിസ്, നാട്രമ്യൂറ്, അതുപോലെ വെറാട്രം ആൽബം. ഇതിലേതെങ്കിലുമൊക്കെ മരുന്ന് പലപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ആയിക്കൊള്ളുന്നില്ല ഈ ഹൈപ്പർ ടെൻഷന്റെ കേസിൽ. പക്ഷെ ഓരോന്നും അത് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്ന സാഹചര്യം ഏതാണ് എന്നുള്ളത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പലപ്പോഴും പല ഇതും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പത്തോളജിക്കലി എല്ലാറ്റിനും ഒരേ രീതിയിലുള്ള കുറെ സിമിലാരിറ്റി ഉണ്ടാവും. പക്ഷെ അതിന്റെ ഏറ്റവും വളരെ റയറായിട്ട് ഏതെങ്കിലും ഒന്ന് ഡിഫർ ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് മെഡിസിൻ കൊടുത്താൽ മാത്രം ആ കേസ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. മറ്റുള്ളതിനൊന്നും ഒരു സിമിലിമം ആയിക്കൊള്ളണം എന്നില്ല. അത് ഒരു കോമൺ സിംറ്റം ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് നമുക്ക് അതിന് ആ സിംറ്റംസിനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ പോയിന്റിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ മറ്റൊരു കണ്ടീഷൻ ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പർ ടെൻഷനിൽ പ്രധാനമായിട്ട് വരുന്ന മെഡിസിൻസ് ആണ് കാർബോവിച്ച്, ഫോസ്ഫറസ്, സെപ്പിയ, തൈറോയിഡിനം, ക്രെട്ടേഗസ്, ബെരാറ്റമ്യൂർ. ബെരാറ്റമ്യൂറിനുള്ള ഒരു ഇതെന്നാണ് ഡയസ്റ്റോളിക് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഹൈപ്പർ ടെൻഷൻ ഡയസ്റ്റോളിക് വളരെ കുറവും ചിലപ്പം സിസ്റ്റോളിക് നോർമലായിരിക്കാം. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ബെരാറ്റമ്യൂർ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ ബെരാറ്റമ്യൂറിന് മറ്റൊരു വളരെ ഹൈപ്പർ ടെൻഷനിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇത് എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷറും തമ്മിൽ 20-30 ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ബെരാറ്റമ്യൂറിന്റെ ആണെങ്കിൽ ഡയസ്റ്റോളിക് പ്രഷർ കുറഞ്ഞിരിക്കും, സിസ്റ്റോളിക് പ്രഷർ ഹൈ ആയിരിക്കും. വളരെ ഡിഫറൻസ് കാണും.
അതായത് 170 180 ഒക്കെ സിസ്റ്റോളിക് പ്രഷറും 90 ഓർ 100 ഒക്കെ ഡയസ്റ്റോളിക് പ്രഷറുമായിട്ടുള്ള അത്രയും ഡിഫറൻസിലുള്ള ഒരു കണ്ടീഷൻ വരാം. അതാണ് ബെരറ്റ മ്യൂറിനുള്ള ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് പ്രധാനപ്പെട്ടത്. നമ്മൾ റോൾഫിയ എല്ലാവരും ഉപയോഗിക്കുന്നു. അപ്പൊ റോൾഫിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ റോൾഫിയ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഒരു രീതി പലരും ഉപയോഗിച്ചു വരുന്നുണ്ട്. പക്ഷെ ഹൈപ്പർ പലപ്പോഴും പറയാറുണ്ട് റോൾഫിയ അധികം കൊടുക്കാൻ പാടില്ല, അത് ദോഷം ഉണ്ടാവാം. കാരണം ഒരു നെർവസ് സെഡേറ്റീവ് പോലെ അത് എഫക്ട് ചെയ്യും. റോൾഫിയക്കുള്ള ഒരു പ്രധാന ഇൻഡിക്കേഷൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക, അതേമാതിരി തന്നെ സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ ഒക്കെ പറയുന്ന കണ്ടീഷനിൽ റോൾഫിയ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലിയം സെറ്റൈവ സാധാരണ പറയും കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, ഡൈജസ്റ്റീവ് കംപ്ലൈൻസിന് നല്ലതാണ്. പക്ഷെ വളരെ ഹൈപ്പർ ടെൻഷന് വളരെ നല്ല ഒരു മെഡിസിൻ ആയിട്ടാണ് അലിയം സെറ്റൈവ കാണുന്നത്. അത് ടിഞ്ചേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ടിഞ്ചർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ആക്ഷൻ കാണുന്നത് ഒരു വാസ്തോ ഡയലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോപ്പർട്ടി അതിനുണ്ട്. അത് നമ്മൾ ഒരു 10 to 20 ഡ്രോപ്സ് കൊടുത്ത് 30 to 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നല്ല റിസൾട്ട് തരുന്ന ഒരു മെഡിസിനാണ് അലിയസെറ്റൈവയുടെ മറ്റൊരു പ്രധാനം മീറ്റ് ലവേഴ്സ്, അതായത് നോൺ വെജ് കൂടുതൽ പ്രിഫർ ചെയ്യുക, അതിലും അത് തന്നെ മീറ്റ് കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ നന്നായി എഫക്ട് ചെയ്യും, നല്ല ഒരു റിസൾട്ട് കിട്ടും. കൂടാതെ തന്നെ ഇപ്പം ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ, ഒരു ഹൈ ലിവർ എന്നാണ് പറയുന്നത് അത് ഇതിൽ വായിച്ചത്. അപ്പൊ ഫാറ്റി ലിവർ അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉള്ള പേഷ്യന്റ് വിത്ത് മീറ്റ് ലവർ, നോൺ വെജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആള്, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വരുന്ന അത് ഏത് കണ്ടീഷന്റെ കൂടെ വന്നോട്ടെ നമ്മൾ അലിയസെറ്റൈവ കൊടുക്കുകയാണെങ്കിൽ ആ ബി പി കൺട്രോൾ ചെയ്യാൻ സാധ്യമാണ്. അതുപോലെ തന്നെ അലിയമോർസിനത്തിന്റെ ഇൻഡിക്കേഷൻ ഞാൻ നോക്കിയിട്ടില്ല. അലിയമോർസിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്, പക്ഷെ അധികം ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പലരും നല്ല റിസൾട്ട് പറയുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അലിയമോർസിനും വളരെ നല്ല മെഡിസിൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിൽ ഒന്നും അവകാശപ്പെടുന്നില്ല. മറ്റൊന്ന് അക്വണൈറ്റം നമ്മൾക്കറിയാം, പക്ഷെ പലരും അക്വണൈറ്റത്തിന് ഒരു ഫീവറിന്റെ ആദ്യത്തിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ ഹാർട്ട് ഡിസീസിലും അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷനിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അക്വണൈറ്റം. അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. അതിലൂടെ തന്നെ നമുക്ക് അക്വണൈറ്റത്തിന്റെ ഇൻഡിക്കേഷൻ പൂർത്തിയാക്കി ആ മെഡിസിൻ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഭയങ്കര പേടിയും മരണഭയം ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് അവര് എന്നെ പറയും, അല്ലെങ്കിൽ അവരെ നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ അങ്ങനത്തെ ആളുകളെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് അക്വണൈറ്റം. മറ്റൊന്ന് നമ്മൾ സ്ട്രൊഫാന്തസ് കേട്ടിട്ടുണ്ട്. സ്ട്രൊഫാന്തസ് ടിഞ്ചർ തന്നെ ഇതൊക്കെ ഇപ്പൊ അക്വണൈറ്റത്തിന്റെ ടിഞ്ചർ യൂസ് ചെയ്യാറുണ്ട്, 30 to 100 യൂസ് ചെയ്യാറുണ്ട്. സ്ട്രൊഫാന്തസ് ടിഞ്ചർ ഞാൻ സാധാരണ യൂസ് ചെയ്യാണ്. ഇതിന് സ്ട്രൊഫാന്തസിന്റെ ഒരു പ്രത്യേകത എന്താ, ഹാർട്ട് മസിലിനെ നന്നായി ക്യൂർ ചെയ്യാൻ പറ്റും. അതിന്റെ ഡാമേജസ് ക്യൂർ ചെയ്യാനും കൂടുതൽ ആക്ഷൻ, അതിനെ ഇൻക്രീസസ് ദ ആക്ഷൻ ആൻഡ് ടോൺ ദ ഹാർട്ട് മസിൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മെഡിസിനാണ് സ്ട്രൊഫാന്തസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷണൽ ഡിസ്റ്റർബൻസസ്, അതായത് ആൽക്കഹോളിസം കൊണ്ടും ടുബാക്കോ കൊണ്ടും ടീ കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ഫങ്ഷണൽ ഡിസ്റ്റർബൻസസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സ്ട്രൊഫാന്തസ്. പിന്നെ മറ്റൊന്ന് ആർട്ടീരിയോസ്ക്ലീറോസിസ്, അതുപോലെ തന്നെ സെനൈൽ റിജിഡിറ്റി, കാർഡിയാക് ഡിസ്നിയ. ഈ കാർഡിയാക് ഡിസ്നിയ പല മെഡിസിൻസിനും ഉണ്ട്, പക്ഷെ സെനൈൽ റിജിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ആർട്ടീരിയോസ്ക്ലീറോസിസ്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഓൾഡ് ഏജിൽ വരുന്ന കണ്ടീഷൻസിനും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ് സ്ട്രൊഫാന്തസ്. അതുപോലെ തന്നെ സുംബൽ സാധാരണ
കൊളസ്ട്രോള് കൂടിയതിനൊക്കെ ബ്ലൈൻഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. പക്ഷെ അതിനപ്പുറം അതിനുള്ള ഒരു BP കൺട്രോൾ ചെയ്യാനുള്ള ഇതുണ്ട്. അതായത് ഹൈ കൊളസ്ട്രോളും BP ഒക്കെ ആയിട്ട് വരിക, അതുപോലെ തന്നെ നെർവസ് പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. പിന്നെ പൾസ് ഇറഗുലർ ആയിരിക്കും. പിന്നെ മറ്റൊന്ന് ന്യൂറാൾജിയ അറൌണ്ട് ദ ലെഫ്റ്റ് ചെസ്റ്റ്. അതായത് പേഷ്യൻസ് എപ്പോഴും വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ചെസ്റ്റില് പെയിൻ ഉണ്ട്, ആ പെയിൻ ഇവിടെയാണ്, അതായത് ചെസ്റ്റ് തൊട്ട് കാണിച്ച് എങ്ങനെ പറയും. അത്തരം ന്യൂറാൾജിയ കേസിലൊക്കെ ഈ ഒരു മരുന്ന് സുംബൽ വളരെ റിസൾട്ടഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ സ്ക്ലീറോസ്ഡ് ആർട്ടറി, ഇതും കാർഡിയാക് ആസ്മയ്ക്ക് പറ്റുന്ന ഒരു മെഡിസിനാണ്. സ്ക്ലീറോസ്ഡ് ആർട്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സ്ക്ലീറോസിസ് വന്നു കഴിഞ്ഞാൽ ആർട്ടറിയുടെ ഘടനയൊക്കെ മാറും. അപ്പൊ ഹൈപ്പർ ടെൻഷനുള്ള കൂടുതൽ സാധ്യത ഉണ്ടെന്നുള്ളത്. പിന്നെ മറ്റൊന്ന് ക്രിട്ടേഗസ് ആണ്. ക്രിട്ടേഗസും എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്നതാണ്, ഒരു ഹാർട്ട് ടോണിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതില് ക്രിട്ടേഗസിന് പറയുന്ന ഒരു ഇതാണ് ഹൈപ്പർ ടെൻഷൻ വിത്ത് ഇൻസോംനിയ. അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതായത് പെയിൻ ആൻഡ് ലെഫ്റ്റ് സ്റ്റാപ്പിൽ, അതായത് പുറം വേദനയായിട്ട് പറയുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട് ഹാർട്ട് ഡിസീസിൽ. അതായത് അഞ്ചൈന അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വരുന്ന പേഷ്യൻസ് പലപ്പോഴും പുറം വേദനയായിട്ട് ലെഫ്റ്റ് സ്കാപ്പുലയുടെ മുകളിൽ ബാക്ക് സൈഡിൽ വേദന വന്നു, അങ്ങനെ അത് ഹാർട്ട് അറ്റാക്ക് ആയി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേഷ്യൻസ് പറയാറുണ്ട്. അത്തരം കണ്ടീഷനിൽ വരുന്ന ഒരു മെഡിസിനാണ് ക്രിട്ടേഗസ്. അതിൽ വേറൊന്ന് കാർഡിയാക് ഡിസ്നിയ തന്നെയാണ് അവിടെ വരുന്ന വേറൊരു കണ്ടീഷൻ. അതുപോലെ മയോകാർഡൈറ്റിസ്, പിന്നെ ഈ വാൽവുകളിൽ കാൽഷ്യം അടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ക്രിട്ടേഗസ് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. പക്ഷെ പിന്നെ വാൽവുലാർ ഡിസീസസ്, പിന്നെ പറഞ്ഞ അഞ്ചൈന, ഡ്രോപ്സി, ഇതിലെ പൾസ് ഒക്കെ റാപ്പിഡ് ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ അതിനെ ഓവർകം ചെയ്യാനും നമുക്ക് ക്രിട്ടേഗസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ക്രിട്ടേഗസ് ഞാൻ എൻ്റെ ഒരു ഇതില് ഹൈപ്പോ ടെൻഷനാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. പലപ്പോഴും ചില കണ്ടീഷനിൽ ക്രിട്ടേഗസ് കൊടുത്തു കഴിഞ്ഞാൽ BP കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അധികം ക്രിട്ടേഗസ് BP കുറഞ്ഞവരിലാണ് കൊടുക്കാറ്. പക്ഷെ പിന്നെ ഈ വാൽവുലാർ കംപ്ലൈന്റും ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെഡിസിനാണ് സ്പാട്ടിയം. സ്പാട്ടിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്രൂംസ്റ്റിക് എന്ന് എടുക്കുന്നതാണ് സ്പാട്ടിയം. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ തന്നെ BP വിത്ത് ഫങ്ഷണൽ ഡീറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഫങ്ഷണൽ ഫീബിൾ ഇറഗുലർ ഹാർട്ട് ആക്ഷൻ, നെർവസ് ഹിസ്റ്റീറിക്കൽ ഇൻഡിവിജ്വൽസ്, ഫാറ്റി ഹാർട്ട്, ഹാവിംഗ് വാൽവുലാർ ലീഷൻസ് വിത്ത് ഇഡിമ, നെഫ്രൈറ്റിസ് വിത്ത് ആൽബുമിനറി. അതായത് കിഡ്നി കണ്ടീഷൻസിലൊക്കെ വന്നിട്ട് അതിനോടൊപ്പം വരുന്ന ഹൈപ്പർ ടെൻഷന് ഉപകാരപ്പെടുന്ന ഒരു മെഡിസിനാണ് സ്പാട്ടിയം. സ്പാട്ടിയത്തിന്റെ ടിഞ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഡൈലൂഷന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മെഡിസിനാണ് ലൈക്കോപ്പസ് വെർജിനിക്ക. ലൈക്കോപ്പസ് എന്ന് പറയുമ്പോൾ ലൈക്കോപ്പസ് നമ്മൾ സാധാരണ BPക്ക് ഉപയോഗിക്കും. അത് കൂടാണ്ട് ഡയബറ്റിസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, അതാണ് ഒരു നല്ല ഒരു ആക്ഷൻ കിട്ടുന്ന മെഡിസിനാണ് ലൈക്കോപ്പസ്. അത് ലോവർ അത് പ്രഷർ കുറയാനും ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ, അതായത് ടാക്കിക്കാർഡിയൊക്കെ ആയിട്ട് വരുന്ന കണ്ടീഷനിൽ ഹാർട്ട് റേറ്റ് കുറയാനും ഒക്കെ പറ്റും. അത് ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് സിസ്റ്റോൾ എന്നാണ് പറയുന്നത്. പിന്നെ ഹെമറേജസ് ഡ്യൂ ടു ഹെമറേജ്, ഹൈപ്പർ ടെൻഷൻ ഡ്യൂ ടു ഹെമറേജസ് വിത്ത് വാൽവുലാർ ഡിസീസസ്, അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ലൈക്കോപ്പസ് നല്ല റിസൾട്ടാണ് കാണുന്നത്. അതുപോലെ പാസീവ് ഹെമറേജ് ഉണ്ടാകുന്ന കണ്ടീഷൻസ്, അതായത് ഫ്രം നോസ്, പൈൽസ്, ലങ്സ് എക്സെട്ര, അത്തരം കണ്ടീഷൻസിലും ലൈക്കോപ്പസ് പറ്റും. പിന്നെ ടോക്സിക് ഗോയിറ്റർ ഉള്ള ആളുകളിൽ, എക്സോപ്താൽമിക് ഗോയിറ്റർ ഉള്ള ആളുകളിൽ വരുന്ന
ഹൈപ്പർ ടെൻഷന് ലൈക്കോപ്പസ് ഉപകാരപ്പെടുന്ന ഒരു മെഡിസിനാണ്. പിന്നെ മറ്റൊന്ന് ഇതിന് തന്നെ പാൽപിറ്റേഷൻ ഉണ്ടാവും, കാർഡിയാക് ഡിസ്ട്രസ് ഉണ്ടാവും. മറ്റൊന്ന് അഗ്രവേഷൻ, വൈറ്റ് തിങ്കിങ് എന്ന് പറയും. അപ്പൊ ചില പേഷ്യൻസ് നമ്മളോട് വന്നിട്ട് പറയും, ഡോക്ടറെ ഇങ്ങോട്ട് കടന്നപ്പോ തന്നെ എനിക്ക് BP കൂടി, ഡോക്ടർ ഇത് പ്രശ്നം നോക്കാൻ തുടങ്ങിയപ്പോ തന്നെ BP കൂടി, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് BP കൂടി. ചെറിയ അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ലൈക്കോപ്പസ് ബെനിഫിഷ്യലാണ്. അതുപോലെ തന്നെ ആൽബമിനൂറിയ പ്ലസ് ഹൈപ്പർ ടെൻഷൻ വരുന്ന കണ്ടീഷനിൽ, അതായത് കിഡ്നി ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനിൽ ലൈക്കോപ്പസ് വളരെ ഗുണകരമാണ്. മറ്റൊന്ന് അനൂറിസം ആണ് ലൈക്കോപ്പസിന്റെ വേറൊരു ഇത്. അനൂറിസം ഉള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഭയങ്കര കൂടുതലായിരിക്കും പ്രഷറൊക്കെ, 200 and above ഒക്കെ ആയിരിക്കും സിസ്റ്റോളിക്. പിന്നെ ഹൈപ്പർട്രോഫി ഓഫ് ഹാർട്ട്, ആ ഒരു കണ്ടീഷനിലും ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരു BP എന്ന് പറയുമ്പോൾ BP ഒരിക്കലും ഒരു BP മാത്രമുള്ള ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. BP ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ്, അതായത് വളരെ നാളായിട്ട് പ്രഷറുള്ള ഒരാളാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ്, ഒരു എക്കോ, ECG ഇതൊക്കെ എടുത്ത് അതിലെന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നമ്മുടെ പക്കലുണ്ട്, അത് നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മൾ എല്ലാതും അതായത് പത്തോളജീനെ ഒട്ടും ബേസ് ചെയ്യാതെ റെപ്പറോട്ടോറിയൽ മെത്തേഡില് ഒരു സിംഗിൾ മെഡിസിനോ അല്ലെങ്കിൽ മറ്റുള്ളതോ കണ്ടിട്ട് നോക്കിയാൽ എത്രമാത്രം വിജയിക്കും എന്നുള്ളത് പറയാൻ എന്നെ കൊണ്ടാവില്ല. കാരണം അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവാം, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് ഒരു പേഷ്യന്റിന് ഒരാഴ്ച കൊണ്ട്, പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ വരുന്ന പേഷ്യൻസ് ഒരുപാട് പേര് അലോപ്പതിക് മെഡിസിനിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ വരുമ്പോൾ തന്നെ അലോപ്പതിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ അവരുടെ BP 220 അല്ലെങ്കിൽ 180 ഒക്കെ ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് എൻ്റെ അടുത്ത് ഒരു റീനൽ കേസ് ഉണ്ട്. അപ്പൊ അയാളുടെ ക്രിയാറ്റിൻ ലെവല് എൻ്റെ അടുത്ത് വരുമ്പോ 8 പോയിന്റ് സംതിങ് ആണ്. അപ്പം അയാളുടെ BP അറൌണ്ട് 220 to 140 അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ ഞാനതിന് കൊടുത്ത മെഡിസിൻ തന്നെ, അതായത് ഹാർട്ട് ഡിസീസ് വിത്ത് BP അല്ലെങ്കിൽ BP വിത്ത് റീനൽ ഫെയിലിയർ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ആൽസിറം എന്ന് പറയും, ഈൽസിറം എന്ന് പറയും. അതിന്റെ 7x ആണ് കൊടുത്തത്. അതോടുകൂടി അയാളുടെ ക്രിയാറ്റിൻ ലെവൽ കുറയാൻ തുടങ്ങി. പിന്നെ എപ്പിസ് 200 അതിനോടൊപ്പം കൊടുത്തു. അയാള് BP കുറയാൻ തുടങ്ങി. BP കുറഞ്ഞ് ഇപ്പൊ ഒരു 160, 150, ബിലോ 100, 90 അങ്ങനെയൊക്കെ BP കുറഞ്ഞു നിൽക്കും. അപ്പൊ ക്രിയാറ്റിൻ ലെവലും 6 പോയിന്റ് സംതിങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ളൂ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും മറ്റൊരു മെത്തേഡ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ മെഡിക്കല് പറയുന്ന ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുന്നത്. മറ്റൊരു മെഡിസിനാണ് അഡോണിസ്. അഡോണിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോററ്റിക് ആയിട്ട്, ഹാർട്ട് ഡയോററ്റിക് ആയിട്ട് ഉപയോഗിക്കാം, ടാക്കിക്കാർഡിയയിൽ ഉപയോഗിക്കാം, BPക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒരു സ്ഥലത്ത് വായിച്ചത് BPക്ക് അത് അത്ര ഹൈപ്പർ ടെൻഷൻ അല്ല നല്ലത് എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. പക്ഷെ എനിവേ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അതായത് ഉപയോഗിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കാലിലോ മറ്റോ ഒക്കെ നീര് വരിക, മുഖത്ത് നീരുണ്ടാവുക, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതായത് ഇറഗുലർ ഹാർട്ട് ആക്ഷൻ ആൻഡ് ഇറഗുലർ പൾസ്. പിന്നെ മറ്റൊന്ന് അസൈറ്റിസ് ഉണ്ടാവുക. അതായത് അസൈറ്റിസിനോട് അനുബന്ധിച്ച് ഹൈപ്പർ ടെൻഷനും മറ്റ് കോംപ്ലിക്കേഷൻസും. അപ്പൊ അസൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാവും. അപ്പൊ അസൈറ്റിസ് വരുമ്പോ അതൊരു ലിവർ ഡിസീസിന്റെ ആവാം, അല്ലെങ്കിൽ മറ്റൊരു ക്യാൻസറസ് കണ്ടീഷന്റെ ആവാം, അല്ലെങ്കിൽ വല്ല ഇൻഡസ്റ്റൈനൽ എന്തെങ്കിലും ഇതുകൊണ്ടാവാം. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് അഡോണിസ്. ഇതില് ഹാർട്ടിന്റെ ഡയറക്റ്റ് നമ്മൾ BP ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിൽ മൈട്രൽ റീഗർജിറ്റേഷനും അയോട്ടിക് റീജിയർ റീഗർജിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായേക്കാം.
അതുപോലെ തന്നെ ഡീജനറേഷൻ ഹാർട്ട്, പെരിക്കാർഡൈറ്റിസ്, സിമ്പിൾ ഹൈപ്പർട്രോഫി. സാധാരണ ഹാർട്ട് പേഷ്യൻസ് മറ്റേ മറ്റ് മെത്തേഡില് ഡയൂററ്റിക്സ് കൊടുക്കും എപ്പോഴും. അപ്പൊ നമുക്ക് അതിന് ബദലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അഡോണിസ്. ഈ പറഞ്ഞ 10 മെഡിസിന് ഞാൻ ടിഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ അത് കൂടാതെ തന്നെ മറ്റൊരു മെഡിസിനാണ് അപ്പോസൈൻ. അപ്പോസൈൻ ഈ പറഞ്ഞതുപോലെ തന്നെ SITസിലും മറ്റു കണ്ടീഷൻസിലും ഒക്കെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഞാൻ ഒരു ടിഞ്ചേഴ്സിന്റെ ഇതില് ഒരു 10 മെഡിസിൻ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുത്തത്. ബാക്കി ഏതായാലും നിങ്ങളുടെ ഇപ്പൊ പാർട്ടിസിപ്പൻസിന്റെ ഒരു ഇതും കൂടി അറിയാം. 56 പേര് ഉണ്ട് എന്തായാലും. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടിയാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടും കിട്ടുമല്ലോ. അപ്പൊ അതാണ് ഇതിലിപ്പം ഞാൻ ഡയലൂഷൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെഡിസിൻസ് പറഞ്ഞു. അത് ഗ്ലോണൈൻ ആണെങ്കിൽ അല്ല ഭയങ്കരമായ തലവേദനയും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഡിസ്റ്റർബഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വരുമ്പോൾ ഗ്ലോണൈൻ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സിസ്റ്റോളിക്കും തമ്മിലുള്ള വേരിയേഷന്റെ ഇത് പറഞ്ഞു. ബരേറ്റ കാർബ് ആണെങ്കിൽ ഇതാണ് സ്ക്ലീറോട്ടിക് കണ്ടീഷൻ ഉണ്ടാവും, ആർട്ടീരിയസ് സ്ക്ലീറോസിസ് ഉണ്ടാവും. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. പിന്നെ അഡ്രീനാലിൻ പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ് പലരും ഉപയോഗിക്കാറ്. പക്ഷെ ഇതിൽ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ കൊടുക്കരുത്, ഹൈപ്പോ ടെൻഷനാണ് അഡ്രീനാലിൻ നല്ലതെന്നാണ് പറയുന്നത്. അഡ്രീനാലിൻ കൊടുത്താൽ എപ്പോഴും ഹൈപ്പർ ആവാനുള്ള ടെൻഡൻസി ആണെന്നാണ് പറയുന്നത്. അപ്പം അത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. പക്ഷെ ചില കണ്ടീഷനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വന്ന് സ്പൈജീലിയക്കുള്ള ഒരു ഇതെന്താ വെച്ചാല് സ്പൈജീലിയ ലെഫ്റ്റ് സൈഡിൽ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഹലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ അതായത് വായുനാറ്റം ഉണ്ടാകും പേഷ്യൻസിന്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഏറ്റവും വിത്ത് BP, അതായത് BP കൂടിയെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ചില പേഷ്യൻസ് വരും. അപ്പൊ അവരുടെ ആ മനസ്സിലാവുന്നത് ഈ രീതിയിലാണ്. വായിലുണ്ടാവുന്ന ടേസ്റ്റ് വ്യത്യാസവും അതുപോലെ തന്നെ ഹലിറ്റോസിസും ഒക്കെയുള്ള കണ്ടീഷൻ. അങ്ങനത്തെ കണ്ടീഷനിലെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് സ്പൈജീലിയ. അതുപോലെ മറ്റൊന്ന് ഓർമറ്റിന്റെ നമ്മൾ അറിയാം. പിന്നെ അർജന്റൻ നൈട്രിക്കത്തിനും ഈ പറഞ്ഞതുപോലെ ഫിയർ, ആങ്സൈറ്റി, ആ ഒരു കണ്ടീഷൻ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ കാക്ടസ് ഉപയോഗിക്കുന്ന സിംപിളി അത് അസോസിയേറ്റഡ് വിത്ത് അതർ ഹാർട്ട് ഡിസീസ് ആണ്. അതായത് അഞ്ചൈന, മയോകാർഡിയൽ ഇൻഫാക്ഷൻ അങ്ങനെയൊക്കെ വന്നിട്ട് ഉള്ള കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെ ചെയ്യാറ്. എപ്പോഴും ഒരു സിംഗിൾ മെഡിസിൻ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ കാംഫറിന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ഡ്യൂറിങ് കൊളാപ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ ഇതായി പോയി, പൾസും ഇതെല്ലാം വളരെ ഫീബിളായി നിൽക്കുന്ന അവസരത്തിൽ, ലോ BP ആയി നിൽക്കുന്ന അത് ചില കണ്ടീഷൻസിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻസിലൊക്കെയാണ് അങ്ങനെ വരിക. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് കാംഫർ ഉപകാരപ്പെടും. പിന്നെ ടബാക്കം നമുക്കറിയാം, സ്മോക്കിങ്ങിന് വരുന്ന ഒരു സ്മോക്കിംഗ് നിർത്താനും സ്മോക്കിങ്ങിന്റെ അഡിക്ഷൻ കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മെനിയസ് ഡിസീസിൽ ഉപയോഗിക്കാറുണ്ട് ടബാക്കം. അപ്പൊ ഈ ടബാക്കം അങ്ങനത്തെ ഒരു ഇത് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ടുബാക്കോ സ്മോക്കിങ് മേലെ ടുബാക്കോ ചൂയിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി അസോസിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ടബാക്കോ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യുറേനിയൻ നൈട്രിക്കം ഞാൻ സാധാരണ ഷുഗറിന് നന്നായി ഉപയോഗിക്കുന്നതാണ്. അതേസമയം തന്നെ ഡയബറ്റിസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ വരുവാണെങ്കിൽ വളരെ നന്നായി നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന യുറേനിയൻ നൈട്രിക്കം. ഞാൻ സാധാരണ യുറേനിയൻ നൈട്രിക്കം 200 ആണ് ഉപയോഗിക്കാറ്. പലരും 3x എന്നാണ് കൂടുതൽ ആക്ഷൻ, 6x ആണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കയ്യൊതുക്കം ഉള്ളത് യുറേനിയൻ നൈട്രിക്കം. പിന്നെ തൈറോയിഡിന് അത് സാധാരണ BPക്ക് ഉപയോഗിക്കുന്നത് അമൈൽ നൈട്രോസും ഒരു കാർഡിയാക് മെഡിസിനും കൂടിയാണ്. അതായത് പെട്ടെന്ന് കൊളാപ്സ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഇൻഹെയിൽ ചെയ്യിക്കുക. അമൈൽ നൈട്രോസും പിഞ്ചർ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഓക്സിജന്റെ
ഇൻസഫിഷ്യൻസി കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ അബോധാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് പോരാനൊക്കെ പറ്റുന്ന ഒരു മെഡിസിനാണ് അമൈൽ നൈട്രോസ്. പിന്നെ ലാക്ടോസിസ് നമുക്കറിയാം. നാട്രമ്യൂറിന്റെ ഇത് സിംറ്റമറ്റോളജി വരുമ്പോൾ നമുക്ക് നാട്രമ്യൂർ ഉപകാരപ്പെടും. വെറൈട്രം ആൽബം എത്ര പേര് ഈ ഹാർട്ട് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഇതേമാതിരി BP-ലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വെറൈട്രം ആൽബത്തിന് ഏറ്റവും കൂടുതൽ ടാക്കിക്കാർഡിയ ആൻഡ് ബ്രാഡിക്കാർഡിയ ഇത് രണ്ടിന് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് വെറൈട്രം ആൽബം. ഇതൊക്കെയാണ്, ഇത്രയും മെഡിസിൻസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. നിങ്ങളുടെ അറിവിലേക്കായി, അതായത് പെട്ടെന്ന് കിട്ടിയ ഒരു ഇതാണ്, അപ്പൊ ഒരു അസൈൻമെന്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളതും കൂടി പറയാം. നമുക്കൊരു ചർച്ചയായിട്ട് മുന്നോട്ട് പോവാം. അതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം, അല്ലാത്തത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ അൻസാർ ഡോക്ടറെ, കുറച്ച് കാര്യങ്ങളല്ല പറഞ്ഞത്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് മെഡിസിൻ പറഞ്ഞു. അപ്പൊ ഈ അത്യാവശ്യം BP-ക്ക് കൊടുക്കാവുന്ന എല്ലാ മെഡിസിൻ തന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അത് അതിന്റെ പൊട്ടൻസി സഹിതം പറഞ്ഞു. ഇനി ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പറയുക. BP-ക്ക് എല്ലാരും എന്ത് മെഡിസിനാണ് ഈ പറഞ്ഞതിലല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻ ഏതെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതേ പൊട്ടൻസിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അൻസാർ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ, എല്ലാം ആകാം. ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ എളുപ്പമായി. എല്ലാവരുടെയും അറിവുകൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. അൻസാർ ഡോക്ടറും പറഞ്ഞു എന്തെങ്കിലും വേറെ പുതിയ മെഡിസിനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ സേട്ട് സാർ ഉണ്ടല്ലോ, സേട്ട് സാറിന് ഹൈപ്പർ ടെൻഷന്റെ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാണ് മെഡിസിൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. സേട്ട് സാറ് പറയാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് സാറേ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? പറ്റുന്നില്ലേ? ഒന്നുകൂടെ ആ അൺമ്യൂട്ടായി. ഇന്ന് ഹൈപ്പർ ടെൻഷന് ഹോമിയോപ്പതി ഹൈപ്പർ ടെൻഷന് കാണാൻ വേണ്ടി മക്കളൊക്കെ വന്ന് ഞാൻ കിടപ്പാണല്ലോ, കിടപ്പിലാണ്. അപ്പൊ ഇന്ന് മക്കളൊക്കെ ഒരുപാട് പേര് വന്നു, പലരും വന്നു. പിന്നെ സമയം പോയി അറിഞ്ഞില്ല. മറ്റുള്ള കഴിച്ച് നോക്കിയപ്പം ആൻസർ സംസാരിക്കുക. ആൻസർ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ വിപുലമായ തോതിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം, നേരിട്ടറിയാവുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് ഫലമഹിക്കുന്നതാണ്. ഹാർട്ട് പേഷ്യൻ്റാണെങ്കിലും BP-ക്കാണെങ്കിലും എന്താണെങ്കിലും പുള്ളിക്ക് വളരെയധികം അതിൽ പറയാനുണ്ടാകും. ഞാനും അതൊക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന BP കൺട്രോളിന് ലാക്ടോസിസ് ആണ്. റോൾഫിയ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. റോൾഫിയ കൊടുക്കുന്ന എനിക്ക് അഭിപ്രായത്തിൽ അതുകൊണ്ടാണ്. അതുപോലെ റോൾഫിയ കൊടുക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും 2-3 തുള്ളിയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അത് കൂടുതൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. കൈ കൊണ്ട് മറയുന്നു. കൈ മാറ്റിക്കോ സാറേ. കൈ ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല സാറേ. ഇരിക്കാൻ പറ്റുന്നല്ലേ? പൊട്ടൻസി റോഫിയ ജിഞ്ചറ് ഒരുപാട് ഡോസ് കൊടുക്കുന്നവരെ പലരും കണ്ടിട്ടുണ്ട് ഞാൻ. വളരെ അപകടമാണെന്ന് ആർക്കൊന്നും അറിയില്ല. എനിക്ക് ന്യൂറോട്ടിക് എഡിമ ഉണ്ടാകാനും ബ്രെയിനിൽ എഡിമ ഉണ്ടാകാനും തുടർച്ചയായിട്ട് പാരലൈസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് റോഫിയ ഒരുപാട് കൊടുത്താൽ. 20 തുള്ളിയെല്ലാം കൊടുക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. 20 തുള്ളിയൊക്കെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ അവരൊക്കെ. ഞാനൊരു തുടക്കം മുതൽ തന്നെ കൂടിയെന്ന കൊണ്ട് 2 അല്ല 3 തുള്ളി കൂടുതൽ കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ത്യയിൽ കൊടുത്തിട്ടാണ്.
3 മണി കൊടുക്കുകയാണെങ്കിൽ അതിന് ആക്സിഡന്റ് തൽക്കാലം കിട്ടുമത്. അതിനേക്കാളൊക്കെ ഉപയോഗിക്കാം പൊട്ടൻറ്റൈസ് മെഡിസിന് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് മുന്നോട്ട് പോകാൻ പറ്റും. മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാ പരിപാടി. അതിന് ഞാൻ കൂടുതൽ കാണുന്നത് ലാക്കസ് 30 പൊട്ടൻഷ്യൽ 200 പൊട്ടൻസി 30 പൊട്ടൻസിയാണ് 1/20 ഡോസ് എടുത്തിട്ട് ഒരു 4th അവറിൽ 2-3 ഡോസ് കൊടുത്താൽ ബി പി ഉടനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് ബി പി കുറയും. ബി പി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞ ആളുകൾക്ക് ലാക്കസ് കൊടുത്താൽ ലാക്കസ് 30 പൊട്ടൻസി 1/20 ഡോസ് ഒരു ഡ്രോപ്പിനെ 20 ഡിവൈഡ് ചെയ്തിട്ട് ഒരേ മണിക്കൂർ 2-3 ഡോസ് കൊടുത്താൽ ബി പി ടപ്പെന്ന് കുറയാറുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. അതുപോലെ തന്നെ നാട്ടമ്മീറാണെങ്കിലും ഈ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്ന മരുന്നാണ് 30 പൊട്ടൻസി. പൊട്ടൻസി കഴിഞ്ഞിട്ട് പിന്നീട് പുറത്തുള്ള ചികിത്സയ്ക്ക് പൊട്ടൻസി കൂട്ടണം. അപ്പൊ 30 പൊട്ടൻസി കൊണ്ടിരുന്നാൽ പറ്റില്ല. 200 100 10 എല്ലാം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അത് മരുന്ന് തന്നെയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത്രയും മതിയാവും. കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലാക്ക് 30 1/20 ഒരു 2-3 ഡോസ് കൊടുത്താൽ ടപ്പെന്ന് പറയുന്നതാണ്. വളരെ പറയും കമ്മീഷൻ. അതുപോലെ തന്നെ മരുന്ന് പറയുന്ന മരുന്നാണ് ആർണിക്ക. ആർണിക്കയ്ക്കുള്ള ഗുണമുള്ളത് വെച്ചാൽ ബി പി കുറയുന്നത് മാത്രമല്ല സ്ട്രോക്കിൽ നിന്നും രക്ഷപ്പെടുകയും. പല ആളുകളും ബി പി കുറയുമ്പോൾ സ്ട്രോക്കാകുന്നു, അല്ലെങ്കിൽ ബി പി കൂടുമ്പോൾ സ്ട്രോക്കാകും. സ്ട്രോക്കിനെ കൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ മരുന്നാണ് ആർണിക്ക. അത് 30 പൊട്ടൻസിയാണ്. 30 1/10 1/15 അടുപ്പിച്ച് 1 അവറിൽ കൊടുക്കാനൊക്കെ അതിൻ്റെ ഐറ്റമൊക്കെ കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത് കാരണം ഞാൻ സ്ഥിതിക്കാണ് അത് ഞാനും വന്ന് പോയപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോഴാണ് അൻസാറിന്റെ പ്രവാചനം കേട്ടത്. വളരെ സന്തോഷമുണ്ട് അൻസാർ. ഞങ്ങൾ എപ്പോൾ വന്നാലും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിനുള്ള പ്രാവണത്യം അതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് താങ്കൾ. താങ്ക് യു. ആർണിക്ക ഞാൻ വിട്ടുപോയതാ നേരത്തെ പറയാൻ. ആർണിക്ക സാറ് പറഞ്ഞു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. സ്ട്രോക്കിനാണെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം അഞ്ചൈന ബയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വളരെ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. ആർട്ടിനൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്റെ മകന് 3 അറ്റാക്കായിട്ട് വന്നതാണ്. 3 അറ്റാക്ക് ഹോമിയോപ്പതി എന്തുകൊണ്ട് രക്ഷപ്പെട്ടത്. അച്ഛൻ മകൻ ഭരിക്കുന്നതിന് 94 വയസ്സിൽ ആരാ തോൽവിയില്ലാതെപ്പോഴാണ്. അത് വാർത്തക സഹജമായ രോഗമൊന്നുമില്ല. അപ്പോഴും രോഗമൊന്നുമില്ല. രാവിലെ എണീറ്റ് ഫലങ്ങൾ കഴിച്ച് ഞങ്ങളോട് സംസാരിച്ചു. അച്ഛൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. അച്ഛൻ പറഞ്ഞ എന്താ കൈയിട്ട് നോക്കുന്നത്? കാശ കൊണ്ടല്ലോ അല്ലേ. ഈ കാശ ഇപ്പൊ കൈ കൊച്ചു രൂപത്തിൽ പൊടി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ഇത്രയും രൂപ ഇനി ആരും കൊടുക്കണ്ട കേട്ടോ, കൈ വെച്ചോളൂ. അച്ഛനെ നോക്കി പറഞ്ഞു വിട്ടു. ഒരു 10 ആയപ്പോഴേക്കും എന്നെ വിളിച്ചത് പറഞ്ഞ് പോയി തരാൻ പറഞ്ഞു. ഞാൻ അത്യാവശ്യം കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള ഒരാളുണ്ട്, അയ്മ ബൈക്ക് പറയും, അവരെ വിളിപ്പിക്കാൻ പറഞ്ഞു. അവരെ വിളിപ്പിച്ച് അവർക്ക് കുറെ കാര്യങ്ങൾ ഓതാൻ വേണ്ടി പറഞ്ഞു. അവരെ ഓതി ഞങ്ങളെല്ലാം നോക്കി അടച്ച് കൈയും കെട്ടി കണ്ണടച്ച് മരിക്കുക. അത്ര സുഖകരമായ മരണമല്ല അവർക്കുണ്ടായത്. അപ്പൊ അതും ഒരു വണ്ടർഫുൾ റെമഡിയാണ്. വണ്ടർഫുൾ മരുന്ന്. നമ്മൾ പല രോഗങ്ങളും മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പം കാർഡിയാക് കേസിൽ തന്നെ കഫ് വരും. കഫും അത് ആർമിക്കാൻ നല്ല. അതെ, എന്റെ മകന് കളിയൊക്കെ വന്നിട്ട് ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നാജ കൊടുക്കും. നാജ 30 കൊടുത്തപ്പോഴാണ് മാറിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇല്ലാത്തപ്പോ മദർ നഴ്സിന് ഇതുപോലെ കപ്പ് വന്നു. എന്റെ വൈഫ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മാറിയോ ഡോക്ടർ ഹബീബൊക്കെ ഉണ്ടായിരുന്നു. ഹബീബും ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ ചത്തപ്പതി ദിവാകരൊക്കെ വീട്ടിൽ വന്നു. ഞാനന്ന് പുറത്തവിടെ പോയിരിക്കായിരുന്നു. രാത്രി വന്നപ്പോഴേക്കും ഇവരൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ട്. എന്നിട്ട് ഹബീബ് എന്താ വൈഫിന് ഇത്ര പെട്ടെന്ന് ഈ അസുഖങ്ങൾ ചികിത്സിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞല്ലേ. വൈഫാണ് ലാസ്റ്റ് ചികിത്സിച്ചത്. വൈഫ് നോക്കി വൈഫിന് ഇൻഡ്യൂഷൻ ഉണ്ടായി അത് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ വൈഫ് എടുത്ത് കൊടുത്തതാണ് രാജ. പെട്ടെന്ന് അസുഖം മാറിയ വൈഫിന്റെ മദറിന്റെ കൺട്രോൾ കാപ്പായി. പിന്നെയും മദർ 30 നാൾ ജീവിച്ചു. പിന്നെ ഹാർട്ടിന് ഒരു അസുഖമില്ലായിരുന്നു മദർ.
ഞാൻ ഹോമിയോപ്പതി ആദ്യം പഠിച്ചത് എൻ്റെ വീട്ടിൽ തന്നെ. എൻ്റെ ഫാദറിന് പൾസിമോറ മലേറിയ വന്നു. ഞാനാ ട്രീറ്റ് ചെയ്തത്. കാരണം ആരും നിന്നില്ല. എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ അച്ഛനെ രക്ഷോട്ട്. പിന്നെ അച്ഛൻ വളരെ ബുദ്ധിപരമായ നീക്കമായിട്ട് നോവലൊക്കെ എഴുതിയിരുന്നു പുള്ളി. ഹിന്ദിയിലെ ഉറുദുവിൽ നോവലൊക്കെ എഴുതിയിട്ടുണ്ട് പുള്ളി. ശേഷം അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് പുള്ളി അദ്ദേഹം ജീവിച്ചു. വളരെ ചുരുക്കോടെ കൂടി. ദീൻ ദുനിയ എന്ന് പറയുന്ന ഒരു ഹിന്ദി മഗസിൻ ഉണ്ട് ഡൽഹിയിൽ. അത് പതിവായിട്ട് അവിടത്തേക്ക് ആർട്ടികൾ അയച്ചു കൊടുക്കുമായിരുന്നു. ബുക്ക് എഴുതിയിട്ടുണ്ട്. നമുക്കുള്ള അനുഭവങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചത്. ഓക്കെ സാറേ. അപ്പൊ ഇനി മറ്റുള്ളവരിലേക്ക് പോകാം. ഇനി ഹൈപ്പർ ടെൻഷനും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തില് അവരവരുടെ മറ്റ് ഡോക്ടേഴ്സിനെല്ലാം അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോ ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് പോവാം. ശ്രീധരക്കുറുപ്പ് സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ. ജിൻസാങ് നല്ല ഒരു മെഡിസിനാണ്. ജിൻസാങ് ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യും, രക്തസമ്മർദ്ദം കുറയ്ക്കും, പ്രതിരോധ ശക്തി ശരീരത്തിന്റെ, അതുപോലെ ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ ജിൻസങ് മദർ ടിഞ്ചറാണ് ഞാൻ കൊടുക്കാറ്. കേൾക്കാമോ? കേൾക്കാം സാറേ, കേട്ടു. എല്ലാവർക്കും കേൾക്കാം. പിന്നെ വേറൊന്നും ഉണ്ട്, സ്പാർട്ടിയം. അത് പറഞ്ഞായിരുന്നു. പിന്നെ ക്ലോണൈൻ, അത് ആരാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു ഇവിടെ. പറഞ്ഞോ? പറഞ്ഞു. അൻസാർ ഡോക്ടറാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. അൻസാർ ഡോക്ടർ പറഞ്ഞു. പിന്നെ മൊറവിയ ഡിഫൂസ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്. അത് വളരെ പ്രയോജനപ്രദമാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പറയുമ്പം വളരെ വണ്ണമൊക്കെ പഠിച്ചവരൊക്കെയാണ്, ശരീരത്തോടു കൂടിയാണെങ്കിൽ, കയ്യും കാലും വസർക്കുന്നതാണെങ്കിൽ, പിന്നെ ഈ ക്രേവിംഗ് ഫോർ എക്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ കാക്കേരിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നല്ല വണ്ണമുള്ളവർ, വെളുത്തു പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ. പിന്നെ ബെറൈറ്റാമോർ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്രെറ്റേഴ്സും പറഞ്ഞു, കാക്ടസ് ഗ്രാൻഡിഫ്ലോറ പറഞ്ഞു. പിന്നെ എല്ലാം പറഞ്ഞതാ. പിന്നെ ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവർക്ക് ഓർമ്മറ്റ് നല്ലൊരു മെഡിസിനാണ്. പിന്നെ മാർക്കത്തിൽ കണ്ടുവരുന്നതാണെങ്കിൽ ബെറൈറ്റ കാർബ്. ഇത്രയൊക്കെയാണ് ഞാൻ സാധാരണ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാർബ് അത് പറഞ്ഞല്ലോ. അതെ, വെറൈറ്റ കാർബും ചിലപ്പോ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നുണ്ട് ഓൾഡ് ഏജിൽ പ്രത്യേകിച്ച്. ഹാർട്ട് ലീഷൻസിലാണ് കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ഇത്രയൊക്കെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനത് ആദ്യം തൊട്ട് കേട്ടോണ്ടായിരുന്നു. അത് അധികം ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വെച്ച് പറയുന്നത്. സാറിന്റെ എന്തായാലും 2-3 അഡീഷൻസ് ഇപ്പൊ കിട്ടി. അഡീഷണൽ പിന്നെ വേറൊന്നുണ്ട്. ചിലരില്ലേ, ചില ഫാമിലി ഹിസ്റ്ററിയില് ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ നമ്മൾ എന്നാക്ക മരുന്ന് ചെയ്താലും കുറയാതിരിക്കും. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് റയറായിട്ടുള്ള ചിലരിൽ കിട്ടുന്ന, അത് ചില ഫാമിലി ആയിട്ട് കാണും. അത് എത്ര വർഷം നമ്മൾ എന്നാക്ക മരുന്ന് കൊടുത്താലും അത് കുറയില്ല. അങ്ങനെ തന്നെ അവർക്ക് വലിയ കുഴപ്പമൊന്നും കാണുകയില്ല. കുറെ കാലം കൊണ്ട് ഞാൻ പിന്നെയും വിളിച്ചു ചോദിക്കും, ഇപ്പം മരുന്നും കഴിക്കുന്നുണ്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അവർ വർഷങ്ങളോളം ജീവിച്ചിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അതൊരു എക്സെപ്ഷൻസാണ്, അങ്ങനെയും വരാം. അതുകൊണ്ട് നമ്മളത് അങ്ങനെയുള്ള ചില കേസുകളിൽ ഞങ്ങളുടെ ഒരു ഡോക്ടർ അയ്യപ്പൻ പിള്ള സാറുണ്ടായിരുന്നു. എനിക്ക് ഉടുപ്പിയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീക്ക് കൊടുത്തിട്ട് എന്നാക്കെ ചെയ്തിട്ടും കുറയില്ല. നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങ് നോക്കോളും, വേറെ എന്തെങ്കിലുമൊക്കെ തക്കാലത്തിന് കുറവിന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി അങ്ങ് പോകും. പക്ഷെ അവരൊരു അന്ന് 10-40 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 10-20 വർഷം കൊണ്ട് അവരുടെ ഫോണിൽ വിളിച്ചുമൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വേറൊരു കുഴപ്പമില്ല. അങ്ങനെ ചില കേസുകൾ എക്സ്പെക്ഷൻസ് ഒക്കെ വരും. നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല.
കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ സ്ട്രോക്കും കാര്യങ്ങളും ഒക്കെ വരും. അല്ലെങ്കിൽ വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്ട്രെസ് കൊണ്ടുവരാം, പല കാരണങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അതെ, അത്രയൊക്കെ എനിക്കിപ്പോ പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സാറേ, സന്തോഷം എന്തായാലും വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ. അടുത്തത് ഗീത ചേച്ചി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന് സംസാരിക്കാം. റേഞ്ച് കുറവാണോ? മാഡത്തിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നമസ്കാരം സാർ. വളരെയധികം ഇൻഫർമേഷൻസ് കിട്ടി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സഡൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് BP റൈസ് ചെയ്യുന്നതിന് കോഫിയ ഇഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് സാർ. കോഫിയ. പിന്നെ അതുപോലെ തന്നെ ജെൽസീമിയോ സാങ്കുനേറിയയും പ്രോമിനന്റ് ആയിട്ട് വരുന്നത്. പിന്നെ സാറേ കുണിയ എപ്പോഴും തലകറക്കത്തോടു കൂടിയൊക്കെ BP ആയിട്ട് ചില ആൾക്കാർ വരാറുണ്ട്. അന്നേരം കുണിയം കൊടുത്തും നല്ല ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ മാഡം, സന്തോഷം. അപ്പോ പങ്കുചേരുകയും 2-3 മെഡിസിനൊക്കെ 3-4 പറഞ്ഞു. സന്തോഷം. അടുത്തത് ഹരിഹരൻ സാറ് ഉണ്ടല്ലോ. ഹരിഹരൻ സാറിന് എന്താണ് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൻസാർ ഡോക്ടറുടെ മുഴുവൻ ഞാൻ കേട്ടില്ല കേട്ടോ. പിന്നെ നാളെ ഇനി യൂട്യൂബില് കേൾക്കാം. പക്ഷേ എൻ്റെ ഒരു അപ്രോച്ച് സാധാരണയായിട്ട് ഞാൻ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും. അത് ഫസ്റ്റ് ഡയഗ്നോസിസിന്റെ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഞാൻ പോളിക്രസ്റ്റ് റെമഡീസിൽ ഏതെങ്കിലും വന്ന് ചെയ്യും. ചിലപ്പം നക്സോമിക്കോ കാൽക്കരിയോ കാർബോ പാരറ്റാക്കാർബോ അങ്ങനെ അത് വന്ന് ചേരും. അത് ഞാൻ മാറ്റി വെക്കും. പിന്നെ എടുക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഇയാളുടെ സിംറ്റംസ് എടുക്കും. എന്താണ് ഇയാൾക്ക് BP കൊണ്ടുള്ള സിംറ്റംസ് എന്താണ് നോക്കും. അതിന് ഞാനൊരു മെഡിസിൻ കണ്ടു. പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മയാസം നോക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ അത് പറഞ്ഞ രീതിയിൽ ഒത്തിരി മെഡിസിൻ പറഞ്ഞല്ലോ. സ്പാർട്ടിയം പറഞ്ഞു, ട്രാവോൾഫിയ പറഞ്ഞു, അങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. അതല്ല അതിലേതെങ്കിലും ഒരു മെഡിസിൻ സാധാരണ ചൂസ് ചെയ്യും. ഇപ്പൊ സപ്പോസ് അത് ഒരു അലോപ്പതിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഹൈ BP ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് വിഡ്രോ ചെയ്യത്തില്ല. വിഡ്രോ ചെയ്യാതെ തന്നെ അയാളുടെ ആ സിംറ്റത്തിനും അതിൻ്റെ മയാസത്തിനും ഞാൻ മരുന്ന് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അപ്രോച്ച്. അത് ഭയങ്കര ഇഫക്റ്റീവാണ്. അത് ഇത് മെഡോറിനം ഒരു ഇന്റർകറന്റ് റെമഡിയാണ് എൻ്റെ മെഡോറിനം. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ തന്നെ ഇപ്പം നക്സോമിക്ക ധാരാളം നക്സോമിക്ക പേഷ്യൻസ് ഇപ്പം അവരുടെ ആ ആറ്റിറ്റ്യൂഡും അവരുടെ ആഹാരപ്രകൃതിയും അവരുടെ ആ അംബീഷ്യസ്നെസ് എല്ലാം കൊണ്ട് ധാരാളം നക്സോമിക്ക പേഷ്യൻസ് ഉണ്ട്. ഈ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ്. അപ്പോൾ ആ നക്സോമിക്ക ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി 10 ഒരു ഡോസ് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ആ ആളിൻ്റെ എന്താണ് അപ്പോഴുള്ള സിംറ്റം, അത് തലകറക്കമാണോ, തലവേദനയാണോ, ഇല്ലെങ്കിൽ ഏതായൊക്കെ അയാളുടെ മെയിൻ സിംറ്റംസ് ഇതുകൊണ്ടുള്ള അതിന് പറ്റിയ മെഡിസിൻ ഏതാണെന്ന് ചൂസ് ചെയ്യും. അത് മുമ്പേ ഡോക്ടർ പറഞ്ഞ കണക്ക് ചിലപ്പോൾ കുണിയമായിരിക്കും, ചിലപ്പം പിന്നെ ഗ്ലൊണൈനായിരിക്കും, ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ധാരാളം മെഡിസിൻസ് ഉണ്ടല്ലോ. അത് ചൂസ് ചെയ്ത് അങ്ങനെ കൊടുക്കും. പിന്നെ അതാണ് എൻ്റെ ഒരു മെത്തേഡ്. ഈ മെത്തേഡ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ക്യൂർ ചെയ്യും. അതാണ് എൻ്റെ ഒരു മെത്തേഡ്. അതാണ് എൻ്റെ ഒരു അപ്രോച്ച്. ഞാൻ മെഡിസിൻ്റെ പേരൊന്നും പറയുന്നില്ല. സ്പേവരിനകത്തൊരു പ്രാധാന്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്രോച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അൻസാർ ഡോക്ടറുടെ അഭിപ്രായം എന്താ? അല്ല, ഓരോരുത്തരും ഓരോ മെത്തേഡിലാണല്ലോ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ റിസൾട്ട് അല്ലേ അവരവരുടെ അതെങ്ങനെ എഫക്റ്റീവ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നത്. അപ്പൊ ഡോക്ടറുടെ മെത്തേഡ്
ഓരോരുത്തരും, കാരണം ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായ തെറാപ്യൂട്ടിക് ചെയ്യുന്ന ഒരു മേഖലയാണ്. കാരണം 10 ഡോക്ടർമാര്, അതായത് കഴിഞ്ഞ ദിവസം വേറൊരു പ്ലാറ്റ്ഫോമില് ഒരു പാലിയേറ്റീവ് മെഡിസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, റിട്ടയർഡ് പ്രിൻസിപ്പള് ഡോക്ടർ ബാബു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു കണ്ടീഷന് 3-4 മെഡിസിനിലേക്ക് ഒതുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും പല മേഖലയിൽ നിന്നും നമ്മൾ പുറന്തള്ളി പോകുന്നത്. സർക്കാരിന്റെ ചില പ്രോജക്റ്റുകൾക്കൊക്കെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു 3-4 മെഡിസിന് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ 10 പേരോട് 15 മെഡിസിൻ പറയും. ഈ 15 മെഡിസിൻ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ശേഷം മാറിയ മാത്രമാണ് നമുക്ക് ഒരു അംഗീകാരം കിട്ടുള്ളൂ എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ആ മെത്തേഡ്. പിന്നെ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഹോമിയോപ്പതി ബുക്കിലുള്ള ഏത് മെഡിസിനും ഏത് കണ്ടീഷനും പറ്റും, ഇഫ് ടോട്ടാലിറ്റി കറസ്പോൺസ് അല്ലെങ്കിൽ സിമിലിബൽ കറസ്പോൺസ്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പാത്തോളജി ഉണ്ടെങ്കിൽ ആ അഡ്വാൻസ്ഡ് പാത്തോളജിനെ ബേസ് ചെയ്യാതെ അവിടെ ഒരു ക്യൂർ അത്ര എളുപ്പം പോസിബിൾ ആവില്ല. പിന്നെ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ ഒന്നും ഒരു ക്യൂറേറ്റീവ് ഡിസീസിൽ വരുന്ന കണ്ടീഷൻ അല്ല, അത് മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മറ്റുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഞാനൊരു സെൽഫ് ഇതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എനിക്കുണ്ടായിരുന്ന ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് അതിനെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഇൻവോൾവ്മെന്റ് ഒഴിവാക്കിയപ്പോൾ തന്നെ ഞാൻ ഫ്രീ ആയി. എനിക്ക് ഹൈപ്പർ ടെൻഷനും ഇല്ലാണ്ടായി, മെഡിസിനും വേണ്ട. അപ്പൊ അതാണ് എന്താണ് അവിടെ കാരണം വെച്ചാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് വന്നാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്യൂർ എന്നുള്ളതിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. അത് നമുക്കറിയാം. കാരണം ഹൈപ്പർ ടെൻഷൻ ഒരിക്കലും ഒരു ക്യൂറബിൾ ഡിസീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഡിസീസ് അല്ല, ഇറ്റ്സ് എ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് അതർ ഡിസീസ്. അങ്ങനെയാണ്. ഓക്കെ സാർ. ഡോക്ടർ ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. എനിക്ക് സംശയങ്ങൾ ചോദിക്കാനാണ്. ഒന്നുണ്ട് സംശയം ചോദിക്കാനുണ്ട്. ഇതില് അഡ്രിനാലിൻ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന മെഡിസിനായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് പൊട്ടൻസി ഏതൊക്കെ കണ്ടീഷൻസിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് അതിനൊരു ഗൈഡ് ലൈൻസ് തന്നാൽ കൊള്ളാമായിരുന്നു. അഡ്രിനാലിൻ സാധാരണ 200 ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ അഡ്രിനാലിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ പറയുന്നത് അഡ്രിനാലിൻ ഹൈപ്പർ ടെൻഷനിൽ കൊടുക്കാതിരിക്കുക നല്ലതെന്നാണ്. അഡ്രിനാലിൻ എപ്പോഴും ലോ പ്രഷറായിട്ട് നിൽക്കുന്ന ആണ്. നമുക്കറിയാം അഡ്രിനാലിൻ സാധാരണ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നത് ഒരു കൊളാപ്സ് കണ്ടീഷനിൽ വരുമ്പോഴാണ് ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നത്. അപ്പൊ അതേ റിസൾട്ട് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നതെന്നാണ് ഇപ്പൊ വേറെ കുറച്ച് റെഫറൻസിൽ എനിക്ക് കിട്ടിയത്. പക്ഷെ അഡ്രിനാലിൻ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. 200 ഒരു ഡോസോ 2 ഡോസോ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഹൈപ്പർ ടെൻസീവ്, എനിക്ക് അഡ്രിനാലിൻ കഴിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പ്രയോജനം ഉണ്ടായത് ബെറ്റാമർ കൊണ്ടാണ്. അതും 10 കഴിച്ചിട്ടാണ്. അല്ല, ബെറ്റാമയോറിനുള്ളത് ഈ ഡയസ്റ്റോളിക് സിസ്റ്റോളിക് ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ബെറ്റാമയോറോ ബെറ്റാ കാർബോ. ബെറ്റാ കാർബോനുള്ള ഏജ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഫെനൈൽ കണ്ടീഷൻ, പിന്നെ ഹൈപ്പർട്രോഫി ഓഫ് ഹാർട്ട്, ആർട്ടീരിയോസ്ക്ലീറോസിസ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ബെറ്റാ കാർബും റിസൾട്ട് ഉണ്ടാകും. ഓക്കെ. സേട്ട് സാറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ സാറേ? ഓക്കെ. ഈ അഡ്രിനാലിൻ സാറേ ഒരു വാസോ ഡയലേറ്റർ ആണ്. അപ്പം ഈ അഡ്രിനാലിനെ ഞാൻ ചോദിക്കുന്ന സംശയം ഉണ്ട്. അതായത് നമ്മൾ ഫിസിയോളജിക്കൽ ആക്ഷനും പിന്നെ അതിന്റെ പ്രൂവിങ്ങിലുള്ള ആക്ഷനും ഒരുപോലെ ഇരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നേരെ എതിരാണ് നമുക്ക് കിട്ടേണ്ടത് അതിന്റെ ആക്ഷൻ. നമുക്ക് ശരിക്കും അത് ഹൈപ്പർ ടെൻഷനിൽ ഉപകാരപ്പെടുകയാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ലാന്ന് ചില ബുക്സിൽ പറയുന്നു. അത് ആണ് എനിക്കൊരു ഡൗട്ട് വന്നു.
കാര്യം നമ്മള് ഇപ്പൊ അഡ്രിനലിന് 1x നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻ തന്നെ കിട്ടിയേക്കാം, അപ് ടു 3x വരെ കിട്ടിയേക്കാം, ചിലപ്പോൾ 6C വരെയൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അതിന്റെ ഹയർ പൊട്ടൻസിലേക്ക് പോകുമ്പോൾ കാര്യം തിരിഞ്ഞു വരും. നമുക്ക് ചിലപ്പം ഹോമിയോപ്പതിക് ആക്ഷൻ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത് ഇതേവരെ അഡ്രിനലിൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. 200 ഉപയോഗിക്കാറുണ്ട്, അധികം ടെൻസിലായിട്ട് വരുന്ന പേഷ്യൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു മുഖ്യ കാര്യം പറയാനാ പിന്നെ വിളിച്ചത് സാറേ. ഇത് ഈ ആങ്സൈറ്റിയോളജിക്കൽ ബിപിക്ക് ഈ ബാക്ക് ഫ്ലവർ റെമഡി വളരെ ഉപകാരമാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അനുഭവത്തില് ഒരു 10-25 കേസ് ഇപ്പം എനിക്ക് ഒബ്സർവേഷനിലുണ്ട്. അത് നല്ല വെരി വെരി ഇഫക്റ്റീവ്. അതായത് ഈ ആങ്സൈറ്റിയോളജിക്കൽ ആയിട്ടുള്ള അതിന് ആ മരുന്ന് ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്താൽ വെരി ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും പരീക്ഷിക്കാം. റെസ്ക്യൂ റെമഡി ആണോ? അല്ല റെസ്ക്യൂ ഞാനത് റെസ്ക്യൂ റെമഡി, അതെ, റെസ്ക്യൂ റെമഡി ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതല്ല, ആങ്സൈറ്റിക്ക് പ്രത്യേകം ഞാൻ ഈ അവരുടെ റെപ്പർട്ടറിയിൽ നിന്ന് എടുത്തിട്ട് മെഡിസിൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആങ്സൈറ്റിയോളജിക്കൽ ആയിട്ടുള്ള ഓളജിക്കലിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നല്ല റിസൾട്ട് കാണുന്നു. അത് അതായത് ജെൽസീമിയത്തിൻ്റെയൊക്കെ കൂടെ അത് ഏതാണ്ട് അതേ ഇഫക്റ്റ് തന്നെ ഇതിന് കിട്ടാറുണ്ട്. ജെൽസീമിയം അതുപോലെ അക്കോണൈറ്റിന്റെ കൂടെ കൊടുക്കുമ്പോഴും നല്ല നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അർജന്റൻ നൈട്രിക്കത്തിന്റെ കൂടെ കൊടുക്കുമ്പോഴും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഓക്കെ, ഹരിഹരൻ സാറ്, അൻസാർ ഡോക്ടർ ചാറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പറയാമോ? ഹൈപ്പർ ടെൻഷൻ വിത്ത് ഗ്യാസ് ഫോർമേഷൻ ആൻഡ് വെർട്ടിഗോ. അതിലിപ്പം നേരത്തെ പറഞ്ഞ ഇതിലുണ്ട്, ഗ്യാസ് ഫോർമേഷനും ഇതൊക്കെ വരുന്നതാണെങ്കിൽ നെക്സോമിക് ഹൈപ്പർ ടെൻഷന്റെ ഒരു സിംറ്റം ആണ്. അതേമാതിരി തന്നെ സ്പൈക്കിലേക്കും ആ ഗ്യാസ് ഫോർമേഷനും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ വിത്ത് പലർക്കും തന്നെ റീലിംഗ് ഓഫ് ഹെഡ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് ആകുമ്പം ഇപ്പം ടബാക്കം അല്ലെങ്കിൽ നേരത്തെ മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ തുണയുമെന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ഹെഡ് ഇൻവോൾവ് ചെയ്ത് വരുന്ന പലതിനും ഗ്ലോണൈൻ നല്ല റിസൾട്ടാണ്. ഗ്ലോണൈൻ 30-200 ഒക്കെ. ഓക്കെ, 29, ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. ഇനി ആർക്കും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയം കുറവാണ്. ചെറിയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ ഒരുപാട് മെഡിസിൻസും അതിന്റെ ഇൻഡിക്കേഷനും ഒക്കെയാണ് നമുക്കിന്ന് ഇന്നത്തെ സെഷനിൽ എല്ലാവർക്കും, എല്ലാ ഡോക്ടേഴ്സിനും കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ അധികം പ്രയോജനം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ല അറിവുകൾ പങ്കുവച്ച അൻസാർ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഗീത MG മാഡത്തിനെ ക്ഷണിക്കും. ഗീത മാഡം. ഓക്കെ മാഡം. സാർ, ഒരു സംശയം കൊണ്ട് ഇബറിസം ഒരു മരുന്നുണ്ടല്ലോ സാർ, അത് കാർഡിയാക് പത്തോളജി കൂടുതലുള്ള കണ്ടീഷനിലാണോ? അതെ, ഹൈപ്പർട്രോഫിയില് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പോകൈനറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷനില് കൂടുതൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടായ ഇൻഫാക്ഷൻ്റെ ഏരിയ അഫക്ട് ചെയ്തിട്ടുള്ള കണ്ടീഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഹൈബ്രേസ് അമാറ. ഒരു ഡയലൂഷൻ ഉപയോഗിക്കാറുണ്ട്. സാർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ എല്ലാ ക്ലാസ്സുകളും പോലെ തന്നെ ഇത് ഒരുപടി കൂടി മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. ഹൈപ്പർ ടെൻഷൻ ആകുമ്പോൾ എല്ലാവർക്കും എന്നും എപ്പോഴും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം പുതിയ മെഡിസിൻസും കിട്ടി. അതിന്റെ ഇൻഡിക്കേഷനും പൊട്ടൻസിയും പറഞ്ഞു തന്ന സാറിന് എൻ്റെ പേരിലും IFPHന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു താങ്ക് യു സാർ.